Hello guys, welcome back to our YouTube channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാട്ട്സ് ഇൻസൈഡ് ദിസ് കംപ്ലീറ്റ് വിൻറ്റേജ് ജേണൽ കിറ്റ് അതാണ് കാണിക്കുന്നത്. ഈ ഒരു ജേണൽ കിറ്റ് വന്നിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ്. സോ ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കിറ്റിൽ നമുക്ക് ഈ ഒരു ഡയറിയാണ് വരുന്നത്. A6 സൈസിലുള്ള ഡയറിയാണ്. 256 പേജസ് ഉണ്ട്. പേജസ് എല്ലാം വന്നിട്ടുള്ളത് ഗ്രിഡ് ലൈൻസിലാണ്. നല്ല തിക്നെസ്സിൽ വന്നിട്ടുള്ള ഒരു നോട്ട്ബുക്ക് കൂടിയാണ്. പിന്നെ ഈ ഒരു ബുക്കിൻ്റെ കവർ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ തീരെ ഇഷ്ടമായിട്ടില്ല. ഇത് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു പിക്ചേഴ്സൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ജേർണലിങ്ങിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ കവർ ഇല്ലാതെ ആ നോട്ട്ബുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ തന്നെ ഈ ഒരു ബുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. മീഷോയിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും തീംസും ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് ഫോറസ്റ്റ് തീം, ബേക്കറി തീം, അതുപോലെ പർപ്പിൾ ഷെയ്ഡിലൊക്കെ ഒരുപാട് തീം കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും മീഷോയിൽ തന്നെയാണ് കിട്ടുന്നത്. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് 400 എബോവും ആമസോണിൽ നോക്കിയപ്പോൾ 600 എബോവ് ആണ് റേറ്റ് വരുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും അതുപോലെ ബാക്കിയുള്ള തീംസിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് പേഴ്സണലി ഇതുപോലെയുള്ളൊരു വിൻറ്റേജ്, ബ്രൗൺ, ന്യൂട്രൽ കളേഴ്സ് ആ ഒരു എസ്തറ്റിക്സിനോടൊക്കെയാണ് താല്പര്യമുള്ളത്. സോ ഞാനിതാണ് സെലക്ട് ചെയ്തത്. ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഇതുപോലെ 2 എൻവലപ്സ് വരുന്നുണ്ട്. കവറിൻ്റെ അകത്ത് നമുക്കൊന്നുമില്ല. ഇത് നമുക്ക് പെൻ ബാല് ചെയ്യുമ്പോഴോ ഗിഫ്റ്റ് ചെയ്യുമ്പോഴോ ഈവൻ ജേർണലിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഇതുപോലെ മെമോ പാഡിൻ്റെ ഒരു സെറ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ 3 പാറ്റേൺസാണ് വരുന്നത്. ഈച്ച് പാറ്റേൺ നമുക്ക് 20 പീസസ് വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം 60 പീസ് മെമോ പാഡ്സ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു പാക്കറ്റിൽ കുറച്ച് കട്ടൗട്ട്സ് കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി സ്റ്റിക്കേഴ്സ് അല്ല, നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ കുറച്ച് റൗണ്ട്, സ്ക്വയർ, സ്റ്റാമ്പിൻ്റെ ഷേപ്പ്, അതുപോലെ കുറച്ച് റാൻഡം കട്ടൗട്ട്സ് എല്ലാം വിൻറ്റേജ് തീമിലാണ്. നമുക്ക് ജേർണലിങ്ങിലൊക്കെ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. സോ അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലായിട്ടാണ് വരുന്നത്. ഞാൻ അത് ഓപ്പൺ ആക്കുന്ന പോർഷൻ ഷൂട്ട് ചെയ്തപ്പോൾ മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാലണ്ടർ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു സെറ്റും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൽ ആക്ച്വലി എല്ലാം നമ്പേഴ്സാണ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് ഒരു 1 to 31 വരെയുള്ള നമ്പേഴ്സ് സ്റ്റിക്കേഴ്സിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഓരോ നമ്പറിലും ഓരോ പിക്ചേഴ്സ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു നമ്പർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സാണ്. നമ്മൾ വാഷി ടേപ്പിലൊക്കെ കാണുന്ന ആ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെറ്റിൽ 2 വാഷി ടേപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് വാഷി ടേപ്പ് 2 മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത്. ഒരെണ്ണം വന്നിട്ടൊരു സോളിഡ് ബ്രൗൺ പാറ്റേണും മറ്റേത് കുറച്ച് കൈൻഡ് ഓഫ് പ്രിൻസ് ഒക്കെ വന്നിട്ടുള്ളൊരു വാഷി ടേപ്പാണ്. എനിക്ക് ജേർണലിംഗ് മെറ്റീരിയൽസിൽ ഏറ്റവും ഇഷ്ടം വാഷി ടേപ്സ് ആണ്. വാഷി ടേപ്സിൻ്റെ ഒരു കളക്ഷൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. സോ നമുക്ക് ഈ ഒരു സെറ്റിൽ 2 വാഷി ടേപ്പ് ഉണ്ട്. ആൻഡ് ഇതുപോലത്തെ കുറച്ച് റാൻഡം പിക്ചേഴ്സ് ആയിട്ടുള്ള ഒരു സെറ്റ് വരുന്നുണ്ട്. ഈ പിക്ചേഴ്സ് ഓരോന്നും നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇതും സ്റ്റിക്കേഴ്സ് അല്ല, നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. സോ ആ ഒരു സെറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ കുറച്ച് വിൻറ്റേജ് പ്രിൻസിൽ വന്നിട്ടുള്ള സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സ് ഉണ്ട്. ഇത് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ട് വീതി കുറവുള്ള ആ ഒരു ഷേപ്പിൽ കുറച്ച് പിക്ചേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തും ഇങ്ങനെ കീറിയിട്ടൊക്കെ നമ്മൾ ജേർണലിങ്ങിൽ യൂഷ്വലി ചെയ്യുന്ന ആ ഒരു മെത്തേഡിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയാണ് ഈ ഒരു ജേർണൽ സെറ്റിൽ എനിക്ക് ഏറ്റവും വേണമെന്ന് തോന്നിയൊരു പ്രോഡക്റ്റ്. ഐ തിങ്ക് ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ജേർണൽ സെറ്റ് ഓർഡർ ചെയ്തത്. അതാണ് ഈ ഒരു റൗണ്ട് സ്റ്റിക്കേഴ്സ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാം സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കർ ഷീറ്റിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഈ ഒരു സ്റ്റിക്കറൊക്കെ ഞാൻ ആക്ച്വലി ഒരുപാട് പേജസിൽ അന്വേഷിച്ചിട്ടുണ്ട്. സ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും പേജസ് അറിയുമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു സ്റ്റിക്കർ സെറ്റിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ജേർണൽ സെറ്റ് വാങ്ങിച്ചത്.
നെക്സ്റ്റ് നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ് വരുന്നത്. സ്ക്വയർ സൈസിൽ ഐ തിങ്ക് ഒരു 50 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും. ആ ഒരു സൈസിൽ വരുന്ന കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി GSM കൂടിയ പേപ്പേഴ്സാണ്. നെക്സ്റ്റ് നമുക്ക് A5 സൈസിലുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് കൂടെ ഉണ്ട്. ഇതിൽ 2 സോളിഡ് കളേഴ്സും ബാക്കി ഒരു 3 ഷീറ്റ് പ്രിൻറ്റും ആണ് വരുന്നത്. അതും നല്ല തിക്നെസ് ഉള്ള പേപ്പേഴ്സാണ്. സോ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ജേർണൽ സെറ്റിൽ ആക്ച്വലി ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ഒരു 300+ പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മൾ മീഷോയിൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഏതൊക്കെ പ്രോഡക്റ്റ്സ്, എത്ര പീസ്, എല്ലാം അതിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയത് ഈ ഒരു 300 റേറ്റിന് ഈ ഒരു പ്രോഡക്റ്റ് വേർത്താണ്. കാരണം ജേർണലിംഗ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്, ഒരുപാട് പേർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു സെറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറി തൊട്ട് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫുൾ സാധനങ്ങൾ ഈ ഒരു ജേർണൽ സെറ്റിൽ നമുക്ക് കിട്ടും. സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വർത്താണ്. ആൻഡ് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് നമുക്ക് ഇനി അപ്കമിങ് വീഡിയോസിൽ ഈ ഒരു ജേർണൽ സെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ജേർണൽ സ്പ്രെഡ്സിൻ്റെ വീഡിയോസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ജേർണലിംഗ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.